ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് പള്ളിപ്പടി സ്കൂളിൻ്റെ അവിടെയാണേ. ഇവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. അപ്പം നടന്നു പോകുമ്പോൾ ഉള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നടക്കാം. ഇതിലാണ് ഞാൻ വീട്ടിലേക്ക് നടന്നു പോണത്. പണ്ട് സ്കൂൾ വിട്ട് ഞങ്ങൾ സ്ഥിരം പോകുന്ന വഴിയാണിത്. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും ഈ ഹയർ സെക്കൻഡറി സ്കൂളില്ലായിരുന്നു. ഇപ്പോൾ ഈ സ്കൂളായി. അന്നൊന്നും ഇത്രയും വീടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിലേക്കൊന്നും. ഇപ്പോൾ കുറേ വീടുകളായി, മരങ്ങളൊക്കെ ഒത്തിരി വലുതായി, പിന്നെ കുറേ മരങ്ങളൊക്കെ വെട്ടിപ്പോയി. കുറേ മാറ്റങ്ങളുണ്ട്. എന്നാലും ഇതിൽ പോകുമ്പം ആ ഒരു ഓർമ്മയൊക്കെ വരുന്നു. സ്കൂളിൽ പോകുമ്പം തല്ലും കൂടി എന്താ പറയുക, നല്ല രസമല്ലായിരുന്നോ? ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പം വല്ലാതെ ആ കാലഘട്ടം മിസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇതിൻ്റെ അപ്പുറമായിട്ടൊരു വീടുണ്ടായിരുന്നേ. ആ വീട്ടിൽ മറ്റേ റൂബിക്കയൊക്കെ ഇല്ലേ, റൂബിക്ക, അതൊക്കെ ഞങ്ങളവിടെ പോയിട്ട് സ്കൂൾ വിടുമ്പം പറിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് പോവുമായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ വീട് ഞങ്ങളെ മാത്സ് പഠിപ്പിച്ച സാറിൻ്റെ വീടാണേ. അപ്പം ഞാൻ നടന്നു പോകുമ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നു, വാഴയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സാറിനെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് പിന്നെ പോവാമെന്ന് പറഞ്ഞ് പോയി. അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞാനങ്ങനെ നടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് വണ്ടിക്കായിരുന്നു വന്നത്. അപ്പോൾ വണ്ടിക്ക് ഞാനിതിൽ പോയപ്പം ജസ്റ്റ് അവിടെ തൊട്ടപ്പുറം വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം നടന്നു വന്നിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. കാരണം എൻ്റെ കുറേ കൂട്ടുകാർ വെളിയിലും എല്ലായിടത്തും പഠിക്കാൻ പോയതും ജോലിക്കായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പം വല്ലാത്തൊരു ഫീലായിരിക്കും. പണ്ടൊന്നും ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇവിടെയൊന്നും ഈ വീടുകളൊന്നും ഇല്ലായിരുന്നു. തോട്ടമായിരുന്നു, തെങ്ങും തോട്ടം, കവുങ്ങും തോട്ടമൊക്കെ ആയിട്ട്. അതും നല്ലൊരു ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഭംഗിയാണ്, വേറൊരു ഭംഗി. പക്ഷേ ആ പഴയൊരു ഭംഗി ഇപ്പോൾ ഇവിടെയൊന്നും കാണാനില്ല. എന്താണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നടന്നു പോവുക.
ഇതാണ് ഞങ്ങളുടെ പനച്ചിക്കപ്പാലം. ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പാലം അന്നും ഇന്നും ഒരുപോലെയാണ്. ആ ഇല്ലിയും ആ മുളയൊക്കെ കുറേ വലുതായി, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിതിലേ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ആ വഴി ഇത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയായി പാലം കാണാൻ. മഴക്കാലമൊക്കെ വരുമ്പോൾ ഇതിൽ പോകുമ്പോൾ പേടിയാവും കേട്ടോ. കാരണം മലയിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ തോടില്ലേ നിറഞ്ഞ് കവിഞ്ഞൊക്കെ ഒഴുകും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരൊറ്റ ഓട്ടം അങ്ങോട്ടേക്ക്. കാരണം പേടിയാവും, അതുപോലെ വെള്ളം കുത്തി ഒലിച്ച് വരുന്നതൊക്കെ. പക്ഷെ ഇപ്പോൾ സ്കൂൾ പിള്ളേരൊന്നും ഇതിൽ നടക്കാറില്ല കേട്ടോ. അവർ കുറേ പേര് സ്കൂൾ ബസ്സിലും പിന്നെ അപ്പുറേ ചുറ്റി പോവും. ഇതിൽ പിള്ളേർ പോകൽ കുറവാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയയിൽ വീടുകളൊന്നുമില്ലല്ലോ, അപ്പോൾ പേടിയാണ്. പക്ഷെ എന്താണേലും നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ? അങ്ങനെ പാലം കടന്ന് ഇക്കരെ എത്തി, റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം എത്തി. ഇനി ഇതിലങ്ങ് നടന്നു പോകണം. ഇനി കുറച്ചും കൂടി ഉണ്ട് നടക്കാൻ. അതേണ്ട 2 ചേച്ചിമാരും അവിടെ ഇരുന്ന് അടയ്ക്ക വിളിക്കുന്നു. ഈ റബ്ബർ തോട്ടം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു. ഇപ്പോൾ നല്ല ഇലയൊക്കെ ഉണ്ടാകുന്ന സമയമാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ആ നിലത്തുള്ള പുല്ലും ഒക്കെ വളർന്നിരിക്കും, പ്രത്യേക ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ? ഇപ്പോഴും രസമുണ്ട്, പക്ഷെ എന്നാലും അന്നേരം ഒരു പ്രത്യേക ഭംഗി ഇതിൽ നടന്നു പോകുമ്പോൾ. ഇനി ഇലയൊക്കെ ഉണ്ടായിട്ടൊരു ദിവസം ഞാനിങ്ങനെ വീഡിയോ എടുത്തിടുന്നുണ്ട്. யாரிவளோ கண் தேடியதோ காத்திருந்த என் காதலியோ கண்களுக்குள் தென்றலிதோ பார்த்ததுமே மின்சாரமிதோ என் செல்ல കുട്ടിയെ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കേ.